മറ്റു വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനം അത് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. മിനിങ്ങാന്നാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയത്. രാവിലെ സൂര്യ നമസ്കാരവും പ്രാർത്ഥനയും നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് ധ്യാനം ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി. 45 മണിക്കൂർ ധ്യാനം എന്നുള്ളതാണ് മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തും. അവിടെ നിന്ന് തിരികെ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. വി അരുൺ കന്യാകുമാരിയിൽ നിന്നും ചേരുന്നു. അരുൺ, രാവിലെ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി ആ ധ്യാന മണ്ഡപത്തിന് സമീപം നിൽക്കുന്നതും അവിടെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഇപ്പോഴുള്ള കാഴ്ച എന്താണ് അരുൺ? എന്തോ 40 മണിക്കൂർ പിന്നിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം. ഇനി 5 മണിക്കൂർ മാത്രം. നേരത്തെ നിശ്ചയ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ 5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം പോകുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നിശ്ചയിച്ച സമയം അത്ര അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോകുന്നതിന് മുമ്പ് അദ്ദേഹം വിവേകാനന്ദ പാറയ്ക്ക് സമീപമുള്ള തിരുവള്ളൂർ പ്രതിമയും സന്ദർശിക്കുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2:45 അദ്ദേഹം അവിടെ നിന്നിറങ്ങി തിരുവള്ളൂർ പ്രതിമയും സന്ദർശന ശേഷമാകും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഏതായാലും വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്കും ഇടെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇവിടെ പുരോഗമിക്കുന്നത്. അദ്ദേഹം 2 ദിവസവും സൂര്യോദയം കാണാൻ, സൂര്യ പൂജ നടത്താൻ പുറത്തേക്ക് അതിരാവിലെ സൂര്യോദയ സമയത്ത് എത്തിയിരുന്നു. അസ്തമയ ദൃശ്യങ്ങളും അദ്ദേഹം അവിടെ നിന്ന് കണ്ടിരിക്കണം. ഏതായാലും പൂജയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ന് വൈകിട്ട് മടങ്ങുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ പൂർണ്ണമായിരിക്കും. 6 മണിവരെയാണ് വോട്ടെടുപ്പ്. അതിന് അവസാന മണിക്കൂറുകൾ വരെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി ഇവിടെ ഈ വിവേകാനന്ദ പാറയിലാണ്. മറ്റൊരു പ്രധാനമന്ത്രിയും അത്തരത്തിൽ ഇത്രയധികം സമയം ഈ വിവേകാനന്ദ പാറയിലോ കന്യാകുമാരിയിലോ ചെലവഴിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹം ധ്യാനവും കന്യാകുമാരിയുടെ ഭംഗി ആസ്വദിക്കലുമൊക്കെയായി 45 മണിക്കൂറിലേറെ ഇവിടെ തുടരുമെന്നുള്ളതാണ് പ്രത്യേകത. തിരുവള്ളൂർ പ്രതിമയെ സന്ദർശന ശേഷമാകും അദ്ദേഹം മടങ്ങും. ഇവിടെ നമുക്ക് അവിടേക്ക് ഇപ്പോൾ ക്യാമറ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. പോലീസിന്റെ കർശനമായ നിയന്ത്രണമുണ്ട്. നിരവധി ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. ഇന്നത്തെ പോലെ തന്നെ ബോട്ടുകളിൽ കൂടുതൽ ആളുകൾ. ഇപ്പോഴും അവിടെ വലിയ ഒരു ആൾക്കൂട്ടം നമുക്ക് കാണാൻ. രാവിലെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ക്യാമറ പേഴ്സൺസ് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ആൾപെരുമാറ്റം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയും ഇതുതന്നെയായിരുന്നു ഈ സമയത്തെ അവിടുത്തെ കാഴ്ച. ഈ വിവേകാനന്ദ പാറയും തൊട്ട് സമീപത്തുള്ള ധ്യാന മണ്ഡപത്തിലുമൊക്കെ വലിയ തിരക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അവിടേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ കുറെ ദൃശ്യങ്ങൾ കൂടി രാവിലെ അദ്ദേഹം സൂര്യപൂജ ദൃശ്യങ്ങൾ കൂടി അവർ പുറത്തു വിട്ടിട്ടുമുണ്ട്. ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന്. ഇന്ത്യ വിധി എഴുതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഇതുകൊണ്ടുണ്ടായോ എന്നൊക്കെ 4-ാം തീയതി അറിയാം. പ്രതിപക്ഷം അതിന്റെ ആശങ്കയിലാണ്. എന്നാൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി അങ്ങനെ ലാഭം നോക്കി ഇവിടെ വന്ന് ധ്യാനമിരുന്നതല്ല നരേന്ദ്രമോദി എന്നാണ് ബിജെപിയുടെ വാദം. ഓക്കെ അരുൺ, ഒപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഈ ഇലക്ഷൻ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. വാരാണസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലം എന്നത് ഏറ്റവും ശ്രദ്ധേയമാക്കുന്നുമുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഈ ദക്ഷിണേന്ത്യയിൽ വന്ന് രാജ്യത്തിന്റെ തെക്ക് മൂലയിൽ ധ്യാനം ഇരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഇടയാക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ചില BJP നേതാക്കളെങ്കിലും ഇതിലും വലിയ നിശബ്ദ പ്രചാരണം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കേരളത്തിലെ BJP നേതാക്കളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം, മറുപടി അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും പ്രതികരണങ്ങൾ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാണെങ്കിലും ഈ പ്രതിപക്ഷ ആരോപണങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി നൽകുന്നത് BJP നേതൃത്വം? പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനപ്പുറത്തേക്ക് അവർക്ക് ആശങ്കയുണ്ട്. കാരണം തെക്കേ ഇന്ത്യയിലേക്ക് BJP കഴിഞ്ഞ കുറെ നാളുകളായി സ്വാധീനമുറപ്പിക്കാൻ, അവർക്ക് തമിഴ്നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സ്വാധീനമുറപ്പിക്കാൻ 1-2 സീറ്റുകൾ നേടുക മാത്രമല്ല അവിടെ ശക്തമായ പാർട്ടിയായി മാറുക, മറ്റ് ഹിന്ദി ഹൃദയഭൂമിയിൽ നേടിയ ആധിപത്യം ഇവിടെയും പുലർത്തുക. അത് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ ആ ഒരു ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ധ്യാനത്തിന്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണ ദിവസവും വോട്ടെടുപ്പ് ദിവസവുമൊക്കെ ഇത്തരം ഒരു ധ്യാനത്തിന് വിവേകാനന്ദ പാറ കന്യാകുമാരി തെരഞ്ഞെടുപ്പിന് പിന്നെ അത്തരം ലക്ഷ്യങ്ങൾ BJPക്കുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ട്. പ്രതിപക്ഷം ആശങ്കപ്പെടുന്നുമുണ്ട്. മറ്റൊന്ന് ബംഗാൾ രാഷ്ട്രീയമാണ്. ബംഗാളിലും 18 സീറ്റ് വരെ കഴിഞ്ഞ തവണ നേടാനായെങ്കിലും അതുപോരാ. മമതയും
മറിച്ചിട്ട് അവിടെ വലിയൊരു ശക്തിയായി മാറി അവിടെ അധികാരം പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യം ബിജെപിക്ക് മുന്നിലുണ്ട്. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വിവേകാനന്ദ പാറയെ വിവേകാനന്ദനും ബംഗാളികളുമായുള്ള ബന്ധം അത്ര വലുതാണ്. ബംഗാളികൾ അത്രയധികം ആരാധിക്കുന്ന തങ്ങളുടെ പ്രിയപുത്രനാണ് സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്നെ ആ വിവേകാനന്ദൻ ചിക്കാഗോയിലേക്ക് പോകുന്നതിന് മുമ്പ് ധ്യാനം നടത്തിയ പാറ, പിന്നീട് വിവേകാനന്ദ പാറയെ പ്രശസ്തമായ പാറയിൽ തൊട്ട് ശ്രീപാദ പാറയുടെ തൊട്ട് സമീപത്തെ മോദി ധ്യാനത്തിരിക്കുമ്പോൾ ബംഗാളികളിലെ കൂടുതൽ അടുക്കാൻ, അവരുടെ മനസ്സിലേക്ക് കൂടുതൽ കടന്നു കയറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന വിലയിരുത്തലുകളുമുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഗുണം ചെയ്യും, എത്രത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ അത് നിറവേറ്റപ്പെടുമെന്നൊക്കെ 4-ാം തീയതി അറിയാൻ കഴിയും. പക്ഷേ പ്രതിപക്ഷം വലിയ ആശങ്കയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിശബ്ദ പ്രചരണ ദിവസത്തെ ഇത്തരത്തിലുള്ള ഒരു ധ്യാനവും കന്യാകുമാരി സന്ദർശനവും ഒക്കെ പ്രതിപക്ഷം വലിയ ആശങ്കയോടെ കാണുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള സംശയം തന്നെയാണ് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. എന്നാൽ ബിജെപി കേന്ദ്രങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. നരേന്ദ്രമോദി സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ആത്മീയ പാത, ആത്മീയ ചിന്തകൾ നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുള്ളയാളാണ്. രാഷ്ട്രീയ രംഗത്ത് വന്നില്ലായിരുന്നു, ഒരുപക്ഷെ ആത്മീയ പാതയിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അദ്ദേഹം അത്തരം പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബിജെപി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണിയും DMKയും കോൺഗ്രസുമൊക്കെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഈ ഘട്ടത്തിലും. ഏതായാലും നരേന്ദ്രമോദിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും വൈകാതെ ലഭിച്ചേക്കാം. ഒരുപക്ഷെ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ തന്റെ വിവേകാനന്ദ പാറ അതിലെ സന്ദർശനവും അവിടുത്തെ ഈ ധ്യാനത്തിന്റെയൊക്കെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചേക്കാം. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതലും മാധ്യമങ്ങളുമായും ജനങ്ങളുമായും ഒക്കെ സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അദ്ദേഹം ഇതിന്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചേക്കാം. ഏതായാലും നരേന്ദ്രമോദി ഈ 45 മണിക്കൂറോളം ധ്യാനമിരുന്ന ഈ കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ഈ ഒരു നിമിഷങ്ങൾ സ്വാഭാവികമായും തീർച്ചയായും അദ്ദേഹം ആസ്വദിച്ചിരിക്കണം. അദ്ദേഹം ഇന്നും ഇന്നലെയും ഒക്കെ രാവിലെ ഉദയം കാണാനും അതുപോലെ തന്നെ സൂര്യപൂജ നടത്താനും ഒക്കെ വന്നത് വളരെ പ്രസന്നമായിട്ടാണ്. ഇവിടുന്ന് പുതിയ ഊർജ്ജം ഉൾക്കൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. പുതിയ സർക്കാർ രൂപീകരണം എന്ന വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാകാം നരേന്ദ്രമോദി ഇവിടെ നിന്ന് മടങ്ങുക. പ്രതിപക്ഷം ഇപ്പോഴും നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകില്ല, BJP അധികാരം പിടിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും വലിയ ആത്മവിശ്വാസം തന്നെയാകും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഓക്കെ അരുൺ, എന്താണേലും ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അരുൺ കന്യാകുമാരിയിൽ ആ സൺഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന വിഷ്വൽ കണ്ടിട്ടാന്ന് തോന്നുന്നു പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു SPG കമാൻഡോ പോലെ ഉണ്ട് എന്ന്. താങ്ക് യു. എന്തായാലും BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കന്യാകുമാരിയിൽ നിന്ന് BV അരുണും ഒപ്പം ഷിജു ചൗറയുമാണുള്ളത്. ആദ്യം ഞാൻ മറ്റൊരു ദൃശ്യത്തിലേക്ക് കൂടി പോവുകയാണ്. കന്യാകുമാരിയിലുണ്ട് ഒരു കോവളത്തെ മനോഹരമായിട്ടുള്ള അസ്തമയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ BV അരുണോടൊപ്പമുള്ള ഷിജു ചവറ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. ന്യൂസ് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.